ആൽഗോയിൽ കിട്ടുന്നതിൻ്റെ 4 പ്രോഫിറ്റ് സിൽവറിൽ നിന്നും ഗോൾഡിൽ നിന്നും മാത്രം കിട്ടി. പ്രത്യേകിച്ച് ഒന്നും ഇല്ലെങ്കിൽ പോലും ഗ്രാജുവലി മാർക്കറ്റ് താഴത്തെ കൺസോൾട്ടേഷൻ റേഞ്ച് ആയിട്ടുള്ള 24 to 20,000 മാർക്കറ്റ് എത്തുന്നതാണ്. കഴിഞ്ഞ ബഡ്ജറ്റ് മുതൽ ഈ ബഡ്ജറ്റ് വരെ കണ്ടിന്യൂസ്ലി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കുറച്ച് നാളുകൾക്ക് ശേഷം ആണ് സുനിൽ ഒരു പോഡ്കാസ്റ്റ് പോസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത് അല്ലേ? പ്രത്യേകിച്ച് ഒരു അപ്ഡേറ്റ്സ് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. നമ്മൾ അന്ന് പറഞ്ഞ വ്യൂവിൽ മാർക്കറ്റ് ആ ഒരു 26,000 കുറേ നാളുകളായിട്ട് കൺസോൾഡേറ്റ് ചെയ്യുമായിരുന്നു. അത്യാവശ്യം ഒരു വ്യൂ പോലെ നമ്മളൊരു ചെറിയൊരു ഷോർട്ട്സ് ഇട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് നമ്മളന്ന് പറഞ്ഞിരുന്നത് ഈ ലെവല് ബ്രേക്ക് ചെയ്യാനുള്ള സ്ട്രെങ്ത് മാർക്കറ്റിന് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ഒരു കൺസോൾഡേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു നെഗറ്റീവ് ന്യൂസ് വരണ്ട, പ്രത്യേകിച്ച് ഒന്നും ഇല്ലെങ്കിൽ പോലും ഗ്രാജുവലി മാർക്കറ്റ് താഴത്തെ കൺസോൾട്ടേഷൻ റേഞ്ച് ആയിട്ടുള്ള ഒരു 25,000 to 24,500 24,500 to 25,000 മാർക്കറ്റ് എത്തുന്നതാണ്. മാർക്കറ്റ് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് മാർക്കറ്റിൻ്റെ സിംഗിൾ ഡേ റേഞ്ച് ഒന്ന് എക്സ്റ്റെൻഡ് ആയി. 0.5 താഴെ മാത്രം മൂവ് ചെയ്തുകൊണ്ടിരുന്ന മാർക്കറ്റ് കഴിഞ്ഞ 1 വീക്കായിട്ട് 1% ഇൻട്രാഡേ സ്വിംഗ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. ഇന്ന് 1.5% ഇൻട്രാഡേ സ്വിംഗ് ഉണ്ടായി. മാർക്കറ്റ് വലിയ ഫാള് കഴിഞ്ഞ കണ്ടിന്യൂസ് ആയിട്ടുള്ള ദിവസങ്ങളിൽ ഇന്ന് ഏകദേശം 25,200 മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. എനിക്കോട് കുറെ നാൾക്ക് ശേഷം പോസ്റ്റ് ചെയ്ത സമയത്ത് മാർക്കറ്റ് ഭയങ്കര നെഗറ്റീവ് ആണെന്നുള്ളതാണ്. എല്ലാവരും ഭയങ്കര ടെൻസ്ഡ് ആയിരിക്കും, ഓവർ ഫിയേർഡ് ആയിരിക്കും, എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും അല്ലേ? ഞാൻ പറയുന്നത് ഇത് ആക്ച്വലി ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഫാള് റിയലി ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരി 1 സൺഡേ, ഈ സൺഡേ നമുക്ക് എന്തുണ്ട്, മാർക്കറ്റ് ഉണ്ട്. അന്നൊരു ബഡ്ജറ്റ് ഡേ ആണ്. അപ്പോൾ ഈ ബഡ്ജറ്റിൽ കഴിഞ്ഞ ബഡ്ജറ്റ് മുതൽ ഈ ബഡ്ജറ്റ് വരെ കണ്ടിന്യൂസ്ലി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതെല്ലായിടത്തും സംസാരിക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൂട്ടി, കോർപ്പറേറ്റുകൾക്ക് ഒട്ടും ടാക്സ് ബെനിഫിറ്റുകൾ കൊടുക്കുന്നില്ല, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാകുന്നു. നമുക്കറിയാം നമ്മുടെ പല ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും എതിരെ വലിയ പ്രോബ്ലംസ് അവർ നേരിടുന്നു, അവർക്കെതിരെ വലിയ ആരോപണങ്ങൾ ഇവിടെ നേരിടുന്നു. അപ്പോൾ അതിനെതിരെ ഇവരെല്ലാം വലിയ സെല്ലിങ് നടത്തുന്നുണ്ട്. അപ്പോൾ ഇവരെ തണുപ്പിച്ച് നിർത്തി ഇന്ത്യയിലോട്ട് റീഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കേണ്ട ഉത്തരവാദിത്തം റിയലി ഗവൺമെൻറ്റിനാണ്. അല്ലാതെ ഇനി FIAs ഒന്നും വേണ്ട, ഞങ്ങളിവിടെ റീറ്റെയിലേഴ്സ് മാത്രം മതി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ മാർക്കറ്റ് മുകളിലോട്ട് പോകണമെങ്കിൽ വി നീഡ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫോറിൻ മണി. ഓക്കെ, എനിക്ക് തോന്നുന്നു ആകെ ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ February 1 നടക്കാൻ പോകുന്ന ബഡ്ജറ്റ് ഡേ. പിന്നെ എനിക്ക് തോന്നുന്നു ഇതൊരു Q3 ആയതുകൊണ്ട് അല്ല, January to March Q3 നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച നല്ല റിസൾട്ട് ആണെന്നാണ്. വലിയ റിസൾട്ടിന്റെ ഗുണമൊന്നും കാണാനില്ല. ഓക്കെ, ഇനി ആകെയുള്ള ഒരു പ്രതീക്ഷ ബഡ്ജറ്റാണ്. അപ്പം എന്തായിരിക്കും ബഡ്ജറ്റ് കഴിഞ്ഞിട്ടായിരിക്കും ഇനി മുകളിലോട്ട് പോവുക എന്നുള്ളത്? ബഡ്ജറ്റിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എന്തെങ്കിലും തരത്തിലുള്ള ക്യാപിറ്റൽ ഗെയിനിലോ ഇൻകം ടാക്സിലോ എന്തെങ്കിലും കുറവ്, ടാക്സിൽ എന്തെങ്കിലും കുറവ് വരുത്തുകയാണെങ്കിൽ അത് അവരെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യിപ്പിക്കും ഇന്ത്യയിലോട്ട്. അതായിരിക്കാം ഒരു പക്ഷേ മാർക്കറ്റിനെ ഒരു പക്ഷേ എന്ത് ചെയ്യുക, ഒന്ന് മൂവ് ചെയ്യിപ്പിക്കാനുള്ള എന്തെങ്കിലും സാധ്യതകളുള്ളൂ. ഇല്ലെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ഈ ബഡ്ജറ്റിൽ നത്തിങ് സ്പെഷ്യൽ ആണെങ്കിൽ ഈ ഒരു ഫാള് കൂടുതൽ താഴത്തോട്ട് പോകാനുള്ള സാധ്യതയെ തള്ളിക്കളയാൻ പറ്റില്ല. ഒരു സൈഡിൽ ഇന്ത്യ അമേരിക്ക ബന്ധത്തിലുണ്ടായ ഉലച്ചിൽ സ്റ്റിൽ അങ്ങനെ തന്നെ നിലനിൽക്കണം. എത്ര നാളുകളായി. അപ്പോൾ അമേരിക്ക പോലുള്ള ഒരു കുത്തക രാഷ്ട്രമായിട്ട് ഒരു നല്ല വ്യാപാര ബന്ധം ഇല്ലാത്തത് ഡയറക്റ്റ്ലിയും ഇൻഡയറക്റ്റ്ലിയും ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റ്മെൻറ്റിനെ കാര്യമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. കാരണം അമേരിക്കയായിട്ടൊരു പ്രോബ്ലം ഉള്ളപ്പോൾ അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയെ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യും, സാധിക്കില്ല അല്ലേ? അപ്പോൾ അതിനുള്ള മറ്റു പ്രോബ്ലം. ഇപ്പോൾ അത് ഫണ്ടായിട്ട് ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഇൻഡയറക്റ്റ്ലി, അതായത് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടാതെ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇപ്പോൾ ഇവിടെ വന്നൊരു കമ്പനി തുടങ്ങുന്നു, അല്ലെങ്കിൽ FDI എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അപ്പം ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സിന് ഇവിടെ വലിയൊരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഇന്ത്യയിലോട്ടുള്ള റിയൽ ലിക്വിഡിറ്റി പമ്പ് നല്ല രീതിയിൽ കുറയുന്നുണ്ട്. ഇത് എങ്ങോട്ട് പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി നമുക്കറിയാം, ഇന്ത്യയിൽ നിന്നുൾപ്പെടെയുള്ള എല്ലാ ഗ്ലോബൽ മാർക്കറ്റിൽ നിന്നുള്ള ഫണ്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പോയിരിക്കുന്നത് സിൽവർ ഗോൾഡിലോട്ടാണ്. കാരണം അവിടെ അസാധ്യമായിട്ടുള്ള റിട്ടേൺസും അസാധ്യമായിട്ടുള്ള ബുൾ റാലിയാണ്. ശരിക്കും എല്ലാവരും സംസാരിക്കുന്നത് മെറ്റൽസിനെ കുറിച്ചാണ് അല്ലേ? ഇപ്പോ എൻ്റെ ഒരു ഫ്രണ്ട് നമ്മൾ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്തത്. അതായത് പുള്ളി അടിപൊളിയായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു പേഴ്സൺ. അപ്പോൾ പുള്ളി ഓൾറെഡി EV ചാർജസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് ചോദിച്ച്, അവനൊന്നും എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ചോദിച്ചിട്ട് പോലുമില്ല. അവൻ വരെ
മെസ്സേജ് അയച്ചിട്ട് സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ റീസൺ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എൻഡ് ഓഫ് ദ ബുൾ റാലി ആണോ എന്ന് ഇപ്പം ഞാൻ പേടിക്കുകയാണ് സിൽവറിൻ്റെ കേസിൽ. കാരണം എപ്പോഴും ഒരു ബുൾ റാലി എൻഡ് ചെയ്യുന്നപ്പോഴാണ് എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴല്ലേ അതാണോ എന്നുള്ളൊരു ഫിയർ എനിക്കിപ്പോൾ കറൻ്റ് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ സിൽവറിൻ്റെ ഡിമാൻഡും സിൽവറിനെ കുറിച്ചുള്ള ന്യൂസുകളും ഒക്കെ കാണുമ്പോൾ സിൽവറിൻ്റെ ഡിമാൻഡ് ഇവിടെ നിന്നാൽ പോരാ എന്നുള്ളൊരു ഫീലുണ്ട്. പക്ഷേ ഇതൊരു ഓവർ വാല്യൂഡ് പൊസിഷൻ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 50 ഡേ മൂവിങ് ആവറേജിലോട്ടെങ്കിലും ഡെയിലി ടൈം ഫ്രെയിമിൽ ഒരു കറക്ഷൻ സിൽവർ വരുന്നില്ലെന്നുള്ളതാണ്. എത്ര നാളെ എനിക്ക് ഞാൻ ഈ 50 ഡേ മൂവിങ് ആവറേജിലേക്ക് വരുമ്പോൾ അത് വന്നിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം, ഈ റീസെന്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഒരു വൺ ബുൾ റാലി നടത്തി. എല്ലാ ദിവസവും 5% തീർച്ചയായിട്ടും ഒരു ദിവസം ഒരു ബ്രേക്ക് ഔട്ട് വന്നിട്ടൊരു കറക്ഷൻ ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ പല നമ്മൾ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പല പോർട്ട്ഫോളിയോസും സിൽവർ തന്നിരിക്കുന്ന റിട്ടേൺ എക്സ്ട്രീം ആണല്ലേ. ഇപ്പം നമ്മുടെ ആൽഗോ ട്രേഡ്സിലൊക്കെ നമ്മൾ ലിക്വിഡ് ഫണ്ടായിട്ട് വാങ്ങിയിരുന്നത് സിൽവർ ബീസ്, ഗോൾഡ് ബീസ്, ലിക്വിഡ് ബീസ് ഒക്കെയാണ്. ഇതിൽ ആൽഗോയിൽ കിട്ടുന്നതിൻ്റെ ഇരട്ടി പ്രോഫിറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ 4 ഇരട്ടി പ്രോഫിറ്റ്സ് സിൽവറിൽ നിന്നും ഗോൾഡും സിൽവറും നമ്മൾ വാങ്ങിപ്പിക്കും. അപ്പോൾ അത് ആൽഗോയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പ്ലെഡ്ജ് ചെയ്തിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്ത് കൂടുതൽ സിൽവറും ഗോൾഡ് ആയതുകൊണ്ട് അവിടെ നിന്ന് വലിയ റിട്ടേൺസ് ആ രീതിയിൽ പല ആളുകൾക്കും ലഭിക്കും. ഇപ്പൊ എല്ലാവർക്കും ഒരു ചോദ്യചിഹ്നമാണ് സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യണം. എല്ലാവരും നമ്മളോടാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ, ചൈന ഉൾപ്പെടെയുള്ള കൺട്രീസ് സിൽവറിൽ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. സിൽവർ ഹോൾഡിങ്സ്, ഗോൾഡ് പോലെ തന്നെ സിൽവർ ഹോൾഡിങ്സ് ചെയ്യുന്നുണ്ട്. EV ആൻഡ് സോളാർ സെക്ടറിൽ സിൽവർ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ ടെസ്ല ഉൾപ്പെടെയുള്ള പല കമ്പനികളും സിൽവർ വലിയ രീതിയിൽ വാങ്ങിക്കൂട്ടുന്നുണ്ട്. സാംസങ് ഉൾപ്പെടെയുള്ള പല കമ്പനികളും വാങ്ങിക്കൂട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഇൻഡസ്ട്രിയൽ മേഖലയിൽ സിൽവറിന്റെ ഡിമാൻഡ് എക്സ്ട്രീം ആയിട്ടാണ് വർദ്ധിപ്പിക്കുന്നത്. സിൽവറിന്റെ സപ്ലൈ കൂടാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിൽവർ മൈൻസ് തന്നെ ഇല്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. ഒരു ബൈ പ്രോഡക്റ്റ് മാത്രമാണ് സിൽവർ. അപ്പൊ സിൽവർ ഒരു ഇത് ഫീസിബിൾ ആവണമെങ്കിൽ സിൽവറിന്റെ വില ഇന്ന ലെവലിന്റെ മുകളിൽ എത്തിയാൽ മാത്രമാണ് സിൽവറിന് വേണ്ടി മാത്രമായിട്ട് ഒരു മൈനിങ് സെന്റേഴ്സ് നമുക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. പ്ലസ് നമ്മൾക്ക് ഇനി നോക്കി വെക്കേണ്ട മറ്റൊരു മെറ്റൽ എന്ന് പറയുന്നത് കോപ്പറാണ്. കോപ്പറിന്റെ വില ഇതുപോലെ തന്നെ കൂടി പോകാനുള്ള എല്ലാ സാധ്യതകളും കോപ്പറും കണ്ടമാനം എല്ലാ വലിയ വലിയ കമ്പനികളും ചെയ്യാൻ ആകെ നമുക്കുള്ള ഒരു ഹിന്ദുസ്ഥാൻ കോപ്പർ മാത്രമാണ്. ഒരു കോപ്പർ ETF പോലും ഇന്ത്യയിൽ അവൈലബിൾ അല്ല. നമ്മൾ ഗ്ലോബലി നോക്കുമ്പോൾ കുറേ ഗ്ലോബൽ ETFs ഉണ്ട്. പക്ഷെ ഇന്ത്യയിൽ നമുക്കൊരു ഗ്ലോബൽ ഒരു കോപ്പർ മ്യൂച്വൽ ഫണ്ട് പോലും ഇല്ല. ഇപ്പം സിൽവർ നമുക്ക് സിൽവർ ETF ഉണ്ട്, പക്ഷെ കോപ്പറിന് ഇല്ല എന്നുള്ളതാണ്. നമ്മൾ ബാക്ക് ടു നിഫ്റ്റിയിലോട്ട് വരികയാണെങ്കിൽ നിഫ്റ്റി ഈ ഒരു ബിയറിഷ്നെസിൻ്റെ അകത്തും നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ പബ്ലിക് സെക്ടർ ആൻഡ് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളോ ഒരു മെറ്റലോ ഓട്ടോമൊബൈലോ ഒക്കെ ആയിരുന്നുവെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ വീണിട്ടില്ല, പിടിച്ച് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇതാണ് ഞാൻ അന്ന് മുതൽ പറയുന്നത്, ഇതൊരു നാരോ ബുൾ മാർക്കറ്റാണ് എന്നുള്ളത്. നാരോ ബുൾ മാർക്കറ്റിൻ്റെ പ്രത്യേകത ഫാളുകൾ ഇങ്ങനെ ക്വിക്കാണ്. ഇപ്പോഴത്തെ ഫാള് നോക്കിയാൽ എത്ര നിസാര ദിവസം കൊണ്ടാണ് മാർക്കറ്റ് താഴെത്തിയത്. ഇതാണ് നാരോ ബുൾ മാർക്കറ്റ്. ചില സെക്ടർ സ്പെസിഫിക് ആയിട്ട് മാത്രമേ മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതിൽ ഏറ്റവും ബാഡായിട്ട് പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകളും ഇൻഡസ്ട്രിയും കണ്ടിന്യൂസ്ലി ബാഡായിട്ട് തന്നെ പെർഫോം ചെയ്യും. ഇപ്പോൾ വലിയ മണലിൻ്റെയൊക്കെ മെത്തേഡ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത് തന്നെ മാർക്കറ്റ് ബ്രെഡ്ത്ത് വെച്ചിട്ടാണ്. എത്ര സ്റ്റോക്കുകൾ 50 ഡേ മൂവിങ് ആവറേജിന് മുകളിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ നിഫ്റ്റി 500 നിഫ്റ്റി 50 നോക്കുകയാണെങ്കിൽ ഒരു 21% സ്റ്റോക്കുകൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, 50 ഡേ മൂവിങ് ആവറേജിന് മുകളിലോട്ട് നിൽക്കുന്നുള്ളൂ. എന്നാൽ ബാങ്കിങ് സെക്ടർ, അതുപോലെ തന്നെ മെറ്റൽ, ഓട്ടോമൊബൈൽ സെക്ടേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ ഈ സെക്ടേഴ്സിലൊക്കെ 71% സ്റ്റോക്കുകളും 50 ഡേ മൂവിങ് ആവറേജിന് മുകളിൽ ഹൈ മാർക്കറ്റ് ബ്രെഡ്ത്ത് നൽകി നിൽക്കുന്നതാണ്. അതായത് ഇൻഡസ്ട്രിയിലെ ക്യാഷ് ഫ്ലോ ഈ ചുരുക്കം ചില സെക്ടേഴ്സിലോട്ട് ചുരുങ്ങിയാണ് നിൽക്കുന്നത്. നിങ്ങൾ എല്ലായിടത്തും കൊണ്ടുപോയി പൈസ ഇടുകയാണെങ്കിൽ മാർക്കറ്റിൽ നിന്നൊന്നും കിട്ടില്ല. പക്ഷേ ഈ ബുള്ളി സെക്ടേഴ്സിലെ നല്ല സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ യു ഗോട്ട് ഗുഡ് റിസൾട്ട്. അതെ, അപ്പോൾ എന്തായാലും എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മെറ്റൽസ്, അപ്പോൾ എല്ലാവരും ഒരു കറക്ഷൻ വന്നിട്ട് എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ എപ്പോഴും പറയുന്നത് ഹിസ്റ്ററിക് ഡാറ്റ അനാലിസിസ് ചെയ്തിട്ടാണ്. സിൽവർ ഓൾറെഡി ഓൾട്ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി. ഹിസ്റ്ററിയിൽ ഇതുപോലെ നടന്ന ബുൾ റാലീസ് നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പോൾ ഞാൻ ഓൾറെഡി അന്ന് സിൽവറിൻ്റെ ചാർട്ട് ഇട്ടപ്പോൾ ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രീമിയം മെമ്പേഴ്സിനും. സൺഡേ ലൈവിലും നമ്മുടെ സൺഡേ 8 മണിക്കുള്ള നമ്മുടെ ലൈവ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ഞാൻ പറഞ്ഞ കാര്യമുണ്ട്. 50 വർഷത്തെ ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ ആണ് സിൽവർ ബ്രേക്ക് ഔട്ട് ചെയ്തത്.
അപ്പോൾ ഇത് കൂടുതൽ എക്സ്പെക്ട് ചെയ്യാലോ. എക്സ്പെക്ട് ചെയ്യാം, പക്ഷെ ഒരു വെർട്ടിക്കൽ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട. പ്രോപ്പർ ഹൈ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്ത് സിൽവർ മുകളിലോട്ട് പോകും. ഫോറക്സിലൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ബ്രേക്ക്ഔട്ടൊക്കെ ഞാൻ സിൽവർ ട്രേഡ്സിൽ എനിക്ക് നല്ല റിട്ടേൺസ് ആണ് കിട്ടിയത്. എനിക്കോട് ഈ മെറ്റൽസ് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വേണമെന്നാണോ ഇൻഡെക്സുകൾക്ക് പറക്കാൻ? 2026 ഉണ്ടാകുമോ എന്നുള്ള ഡൗട്ടാണ്. ആ മാർക്കറ്റ് ഈ 26,000 ഇപ്പൊ എനിക്കാണ് ഒരു 1.5 years അല്ല 1.5 years ആയിട്ടില്ല 26,000 ബ്രേക്ക് ചെയ്തല്ലോ 2 പ്രാവശ്യം. പക്ഷേ ഐ തിങ്ക് നമ്മുടെ കഴിഞ്ഞ ഒക്ടോബർ മുതൽ മാർക്കറ്റ് ഈ റേഞ്ചിൽ തന്നെയാണ്. ഒക്ടോബറിൽ വന്നാണ് ഈ റേഞ്ചിൽ. അതിനു മുമ്പ് ഹൈ ബ്രേക്ക് വന്നത് 2024 സെപ്റ്റംബറിലാണ്. അതിനുശേഷം ഒക്ടോബറിൽ വന്നു. ഇപ്പോൾ എത്ര മാസം? ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി 4-5 മാസമായിട്ട് മാർക്കറ്റ് ഒരേ റേഞ്ചിലാണ്. ഇപ്പോഴാണ് ആ റേഞ്ച് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നത്. താഴത്ത് ഇതേപോലെ തന്നെ ഒരു റേഞ്ച് ഉണ്ട്, 24,500 to 25,000. ഈ ഒരു റേഞ്ച് ഇതുപോലെ തന്നെ കുറേ നാൾ സൈഡ് വൈസ് നിന്ന റേഞ്ചാണ്. ചിലപ്പോൾ ആ റേഞ്ചിൽ മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് സൈഡ് വൈസ് ആയിട്ട് നിൽക്കും. ആ ഒരു സമയത്തുണ്ടല്ലോ ഞാൻ ഈ പറഞ്ഞ നല്ല സെക്ടേഴ്സ് പ്ലസ് നല്ല വാല്യുവേഷനിലുള്ള സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യുക. നല്ല വാല്യുവേഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ തട്ടലും മുട്ടലും ഒന്നും ഇല്ലാതെ ലോങ് റണ്ണിൽ പോകാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, സാധാരണ മാർക്കറ്റ് നെഗറ്റീവിലേക്ക് വരുമ്പോൾ IPOs ഒക്കെ വരുമ്പോൾ വലിയ റിട്ടേൺസ് തരാറില്ല. എനിക്കാണ് BCCI നമ്മൾ ഓൾറെഡി നമ്മുടെ ഇൻസ്റ്റയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യൂട്യൂബിലും നമ്മൾ പറഞ്ഞത് 81% ആണ്. 90% ലിസ്റ്റിംഗ് 90% ആണ്. ഐ തിങ്ക് ഡേ എൻഡ് വിത്ത് 78 or 80%. അപ്പോൾ എങ്ങനെ ന്യൂ എൻട്രീസ്? അതൊരു PSU ആണ്, അവിടെയാണ് അതിന് ഇമ്പോർട്ടൻറ്റ്. PSU സെക്ടേഴ്സ് ഫുള്ള്, PSU ബാങ്ക്സ് മാത്രമല്ല, PSU സെക്ടേഴ്സ് മിക്കതും ഈ ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഗവൺമെൻറ് കമ്പനിയുടെ വാല്യുവേഷൻ വിത്തിൻ എ ഫ്യൂ ഡേയ്സ് ഡബിൾ ആയി എന്നുള്ളതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി ഗവൺമെൻറ് ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ രസകരമായിട്ടുള്ള കാര്യം. ഐ തിങ്ക് കോൾ ഇന്ത്യക്കും അതിൻ്റെ അകത്ത് ഷെയർസ് ഉണ്ട്. അതിന്റെ പേര് തന്നെ അതെ, കോൾ ഇന്ത്യയും അതിൻ്റെ ഒരു ചെറിയ ഇതൊക്കെ കാണിച്ചിരുന്നു. സോ മാർക്കറ്റ് ഈ ഒരു രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്താ പറയുക, മാർക്കറ്റിൽ നല്ല സെക്ടേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതാണ് ഒരാൾ ചെയ്യേണ്ടത്. ഓക്കെ, എന്തായാലും നമുക്ക് ഈ ഒരു ബെയറിഷ്നെസ് എത്ര പോകും എന്നുള്ളത് നോക്കാം. ഓരോ റേഞ്ചുകളും പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കറന്റ് നിൽക്കുന്ന റേഞ്ച് പൊട്ടിച്ചു കഴിഞ്ഞാൽ എനിക്ക് 25,000 താഴെ. അതെ, അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. എനിക്ക് ഇത് നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ലോങ് ടൈമിലേക്കൊക്കെ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് ഇതിലൂടെ പറയണം, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് ഫെബ്രുവരി 22 ഓൾ കേരള ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് സബ്മിറ്റ് ട്രേഡ് ടോക്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് 1200 മെമ്പേഴ്സ് പങ്കെടുക്കുന്ന കേരളത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഇവൻറ്റുകളിലൊന്നാണ്. അപ്പോൾ നിങ്ങളും ഈ വീഡിയോയുടെ താഴെയുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യുക, ആ ഇവൻറ്റിൻ്റെ ടിക്കറ്റ്സ് എല്ലാം ബുക്ക് ചെയ്യുക, ഇവൻറ്റിൽ കാണണം. ഇവൻറ്റിൽ നമ്മൾ ബേസിക്സ് ഒരു ബിഗിനറിന് മുതൽ അഡ്വാൻസ് ലെവൽ ട്രേഡറിന് വരെയുള്ള എല്ലാ ടോപ്പിക്കുകളും, മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചുള്ള ടോപ്പിക്കുകളും ടാക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളും ഇവരൊക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള സെഷൻസ് ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മിസ്സാക്കരുത്. ട്രേഡേഴ്സ് സബ്മിറ്റിൽ നമുക്ക് നേരിട്ട് കാണാം. അതെ, അപ്പോൾ ഫെബ്രുവരി 22 അറ്റ്ലക്സ് കൺവെൻഷൻ സെൻറ്ററിൽ നിങ്ങളെല്ലാവരും ഉണ്ടാവണം. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക അല്ലേ? ഫെബ്രുവരി 22 വരെ നിങ്ങൾ ക്ഷമിക്കണം, നമ്മൾ എന്തായാലും. അതെ, അപ്പോൾ നമ്മുടെ ബാക്ക് ടു മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു നിങ്ങൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യും? നിഫ്റ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യോ, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യോ, സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യോ? അതെ, മെറ്റൽ ഇൻവെസ്റ്റ് ചെയ്യോ, കോപ്പറും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. കോപ്പർ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ എവിടെ ഇൻവെസ്റ്റ് ചെയ്യാനാണ് നിങ്ങൾക്ക് ഇഷ്ടം? അങ്ങനെയല്ല, നിങ്ങൾ പറഞ്ഞ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യും. പിന്നെ ഈ മാർക്കറ്റ് ക്രാഷിൽ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന നിങ്ങളുടെ ഗുഡ് സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്? കമന്റ് ചെയ്യും, നമുക്ക് നോക്കാം. ആരാണ് ഏറ്റവും നല്ല സ്റ്റോക്കുകൾ ഐഡന്റിഫൈ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്തൊരു പോഡ്കാസ്റ്റ് ആയിട്ട് വേണം കാണുന്നവരേക്കും ഗുഡ് ബൈ.